എല്ലാ മതത്തിലും ആശയങ്ങളിലും തീവ്രവാദികളുണ്ടാവും. ആ ആശയത്തെ വളരെ തീവ്രമായി വാദിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അക്രമം നടത്തുന്നവരൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാ ആശയങ്ങളിലും എല്ലാ മതങ്ങളിലും ഒക്കെ അതിലുണ്ടാവും. പക്ഷേ പൊതുവേ നമ്മൾ കാണാറുള്ളത് എന്താ വെച്ചാൽ ഏതൊരു ആശയവും അല്ലെങ്കിൽ ഏതൊരു മതത്തിൻ്റെയും ബഹുഭൂരിപക്ഷം ആളുകളും അത്തരം തീവ്ര സ്വരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ ഇവിടെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദം കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രവിയണ്ണൻ തന്നെ ആ വിഷയം പറയട്ടെ. താത്വികാചാര്യ ബ്രഹ്മ ആര്യ സമാജങ്ങളിലെ ആളുകൾ പോലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിലേക്കും സംഘപരിവാറിലേക്കും പരിഗണിച്ചതുപോലെ SNDP NSS കേവല ജാതി സംഘങ്ങളായി മാറിയതുപോലെ പുരോഗമന സൗഹാർദ്ദത്തോടെ ആരംഭിച്ച എസൻസ് ഗ്ലോബൽ റാഡിക്കൽ എത്തീസത്തിലേക്കും മറ്റ് രൂപത്തിലേക്കും പരിണമിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? യുക്തിവാദി സംഘത്തിന്റെ ഉദാഹരണം മുന്നിലുണ്ടല്ലോ. റാഡിക്കൽ എത്തീസം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് കിറ്റ്ലർ താങ്കൾ ഉദ്ദേശിച്ചത്? എത്തീസത്തിന്റെ ഫണ്ടമെന്റൽ എത്തീസമാണ് ഉദ്ദേശിക്കുന്നത്. എത്തീസത്തിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം ശരിയാണല്ലോ, അല്ലെ? തീവ്ര എന്നുള്ള അർത്ഥത്തിലാണോ ഉദ്ദേശിക്കുന്നത്? തീവ്ര എത്തീസം എന്താണ് അതിനകത്ത് പ്രശ്നം? അതായത് പണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഫണ്ടമെന്റലിസം ഈസ് ഓക്കെ ഇഫ് ദ ഫണ്ടമെന്റൽസ് ആർ റൈറ്റ് എന്നുള്ളതാണ്. എത്തീസത്തിന്റെ ഫണ്ടമെന്റലിസം എന്താണ്? വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്നത് ഫണ്ടമെന്റൽസും ഓക്കെയാണ്, ഫണ്ടമെന്റൽസ് റൈറ്റ് ആണെങ്കിൽ. അതെ, അത് എല്ലാ ഒരാശയത്തിന്റെ വക്താവാണ് ഒരാളെങ്കിൽ അയാൾ എന്താ മനസ്സിലാക്കുന്നത്? മൈ ഫണ്ടമെന്റൽസ് ആർ ഓക്കെ. അതിനർത്ഥം എന്താണ്? എല്ലാവർക്കും ഈ ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ അതിലൂടെ റാഡിക്കൽ, അതിലൂടെ തീവ്രം ഒക്കെ ആവാന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നു, മുപ്പര് വെച്ചു തീവ്ര എത്തീസം എന്താണ് പ്രശ്നം, തീവ്ര ഇസ്ലാം എന്താണ് പ്രശ്നം, ഫണ്ടമെന്റലിസം ഈസ് ഓക്കെ, ഫണ്ടമെന്റലിസം ആണ് നിങ്ങൾ തീവ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമല്ല, ഫണ്ടമെന്റലിസം ഓക്കെ ഇഫ് ഫണ്ടമെന്റൽസ് ആർ റൈറ്റ് ബിക്കോസ് ഫണ്ടമെന്റൽസ് ആർ റൈറ്റ്. കാരണം ഞാൻ ഫണ്ടമെന്റൽസ് റൈറ്റ് ആയതുകൊണ്ടാണ് മുസ്ലിം മരിക്കുന്നത്. ഒരാൾക്ക് അതേപോലെ തന്നെ ഹിന്ദുത്വത്തെ പറ്റി പറയാം, ഒരാൾക്ക് അതേപോലെ തന്നെ സയനിസ്റ്റിനെ പറ്റി പറയാം, എനി ഐഡിയനെ പറ്റി പറയാം. അല്ല, ഇതിൽ ആദ്യം രവി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു എത്തീസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്തീസം ശരിയാണ്. അതേപോലെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്ലാം ശരിയാണ്. വേറൊരാൾ ഹിന്ദു ആണ്, അയാൾക്ക് ഹിന്ദുയിസം ശരിയാണ്. വേറൊരാൾ ക്രിസ്ത്യൻ ആണ്, അയാൾക്ക് ക്രിസ്ത്യാനിറ്റി ശരിയാണ്. ഇയാൾ എന്താ വെച്ചാൽ ഇയാള് എത്തീസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അത് ശരിയാണ്. ബാക്കിയുള്ളതൊക്കെ പരലോകത്തെ പറ്റി പറഞ്ഞു. പരലോകം ഇല്ലല്ലോ, പരലോകം ഇല്ലാത്ത പരലോകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റൽസ്, ഇപ്പോൾ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽസ് എന്താ, ഖുർആനും സുന്നത്തും ഞങ്ങൾ വിശ്വസിക്കുന്നത് പൂർണ്ണമായും ശരിയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു നിലക്കും പ്രശ്നമല്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പറയും, ചില തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്, മുസ്ലിങ്ങളായ ആളുകളുണ്ട് ഞങ്ങൾ പറയും. എന്തുകൊണ്ടാണത്? ആ ഫണ്ടമെന്റൽസിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് വിഷയം. അതായത് ഫണ്ടമെന്റൽസ് ഓക്കെ, ഇസ്ലാമിലെ ഫണ്ടമെന്റൽസിന് ഒരു കുഴപ്പമില്ല. വീണ്ടും ഞങ്ങൾ പറയുന്നു, ഒരു കുഴപ്പമില്ല. താങ്കൾ എത്തീസത്തിന്റെ ഫണ്ടമെന്റൽസിന് കുഴപ്പമില്ല എന്ന് താങ്കൾ എത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നു, അതിനെ 100 ഇരട്ടി കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ പറയുന്നു ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽസിന് ഒരു കുഴപ്പമില്ല. എന്നാൽ ആ ഫണ്ടമെന്റൽസിനെ ചില ആളുകൾ എന്ത് ചെയ്യും? മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യും. ആ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യും? അതിൽ ചില പൊസിഷനുകളിലേക്ക് എത്തും. അതിനെയാണ് നമ്മൾ പൊതുവേ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഫണ്ടമെന്റൽസ് എല്ലാം ശരിയാണ്, ആ ഫണ്ടമെന്റൽസ് ഇയാൾ മനസ്സിലാക്കിയെടുത്ത് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അതുമാത്രമല്ല, അതുമാത്രം നിലനിന്നാൽ മതി, കാരണം എൻ്റേതാണല്ലോ ശരി, ഞാൻ മുസ്ലിമാണ്, എൻ്റെ ഫണ്ടമെന്റൽസ് ശരിയാണ്, അതെന്തായാലും ശരിയാണല്ലോ. ഈ രവിൻ്റെ മാതിരിയുള്ള ഒരു പൊസിഷനിലാണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതാ, ഇസ്ലാം ആണല്ലോ ശരി, ഇസ്ലാമാണ് ശരി, അതുകൊണ്ട് ഇസ്ലാം മാത്രം മതി, ശരി മാത്രം മതി. സമത് വേറൊരു ഫണ്ടമെന്റൽ എടുത്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. അപ്പൊ എനിക്കതെന്താണ്? തെറ്റാണ്, എന്റേതാണ് ശരി. അപ്പൊ ഞാൻ മനസ്സിലാക്കുക അത് തെറ്റാണല്ലോ, അത് വേണ്ടല്ലോ, ശരി മാത്രം മതി. രവിനെ പോലെ ചിന്തിക്കുന്നതാണ് പ്രശ്നം. അതായത് ഇങ്ങനെയാണ്, മൈ ഫണ്ടമെന്റൽസ് ആർ റൈറ്റ്, സോ എന്ത് ചെയ്യുക? ഒന്നുകിൽ എല്ലാവരും ശരിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആരും വേണ്ട. അതെ, അതാണ് ഈ ചിന്തയാണ് പ്രശ്നം. ഇതിപ്പം രവി ഇവിടുന്ന് കയറി ഇപ്പം കമന്റിൽ വരാൻ പോകുന്ന കമന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, അതുകൊണ്ട് രവി ആരും ബോംബിട്ട് കൊന്നിട്ടില്ലല്ലോ, അതിനുള്ള സാഹചര്യം അയാൾക്കതില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പം ചെയ്തവരെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം ഏതായാലും ഈ ഫണ്ടമെന്റൽസ് ശരിയാണ് എന്ന വിശ്വാസം ഏത് പൊളിറ്റിക്കൽ പൊസിഷനിലേക്കാണ് എത്തിക്കുന്നത്, അതിനാണ് നമ്മൾ പൊതുവെ ഫണ്ടമെന്റൽസ് എന്ന് പറയാം. അതായത് എൻ്റെ ഫണ്ടമെന്റൽ ശരിയാണ്, അതുകൊണ്ട് ആ ശരി മതി ഇവിടെ, കാരണം ശരിയാണല്ലോ നല്ലതിലേക്ക് നയിക്കുക. അതായത് ഇസ്ലാമാണ് ശരി, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് എല്ലാവരും വരുമ്പോഴാണ് ഈ ലോകം ഏറ്റവും നന്നാവുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ലോകം നന്നാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളതിനൊക്കെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു പൊസിഷനാണ് പ്രശ്നം എന്നുള്ളതാണ്. ബാക്കി നമുക്ക് അവിടെ അല്ലാതെ ക്യൂബയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ പോയില്ല. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ, ക്യൂബ മാത്രമല്ലല്ലോ,
അല്ലെങ്കിൽ ഗാസയിൽ ഉള്ള പ്രശ്നം മാത്രമല്ലല്ലോ പ്രശ്നം, അവിടെ മാത്രമല്ല മനുഷ്യർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ സാഹോദര്യം എന്ന് പറയുന്നത് ഏത്തീസം തന്നെയാണ്. അവിടെ ജാതി, മത, രാഷ്ട്രീയ, സംഘടിത പരിഗണനകൾ ഇല്ലാതെയുള്ള ഒരു സാഹോദര്യം. തങ്കം. കാരണം ഇത് ചെയ്യുന്നത് ചിലപ്പം മറ്റേ ആ വംശഹത്യക്ക് വേണ്ടി ഡിബേറ്റ് ചെയ്തതിന് പിറ്റേന്ന് അങ്ങനെ ആയിരിക്കും. അതായത് ഇസ്രായേലിന്റെ വംശഹത്യക്ക് ന്യായീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള സംഖ്യക്ക് പോലും അത് അത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ജൂതന്മാർക്ക് പോലും അത്ര ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ആ വംശഹത്യയെ ന്യായീകരിച്ച് ലൈവ് ചെയ്ത് അതിനുവേണ്ടി സംവാദം നടക്കുന്ന ആൾക്കാരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സാഹോദര്യം, എല്ലാവരും ഒരുപോലെ, എല്ലാവരും ആഫ്രിക്കയിൽ നിന്നാണ്, എല്ലാവരും മനുഷ്യന്മാരാണ്, ആ മാനവികതയുടെ മഹത്തായ സിദ്ധാന്തത്തിൽ ഞങ്ങളിങ്ങനെ, ആ ഫണ്ടമെന്റൽസ് എത്ര നല്ലതാണ്. അതുകൊണ്ടാണ് ഇതാ ഇമാതിരിയുള്ള സാധനങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഈ വർത്താനം എത്രത്തോളം പരിഹാസ്യമാണെന്നുള്ളത് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വംശീയമാണ് ഇവരുടെ മനസ്സ് എന്നുള്ളത് അതിൽ തന്നെ പ്രൂവ്ഡ് ആണ്. എന്ത് ഈ നിരീശ്വരവാദത്തിന് ഒരിക്കലും ഒരാളുടെ മനസ്സ് നന്നാക്കാൻ കഴിയൂല, വംശീയത ഇല്ലാതാക്കാൻ കഴിയൂല എന്നുള്ളത്, മാനവികത നിരീശ്വരവാദം കൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിരീശ്വരവാദികൾ. രവിയും അതുപോലെ തന്നെ വേറെ കുറേ വംശഹത്യ ന്യായീകരണക്കാരുണ്ടല്ലോ, അവരൊക്കെ നിരീശ്വരവാദം കൊണ്ട് ഒരാൾക്ക് മാനവികത ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് ഹെൻസ് പ്രൂവ്ഡ് ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും വീഡിയോസ് കണ്ടാൽ മതി. വംശഹത്യയെ ന്യായീകരിക്കുന്ന വീഡിയോസൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇവർ സ്ഥിരമായി തന്നെയാണ് പണി. ഒരു മതരാഷ്ട്രത്തെ ന്യായീകരിക്കുന്ന മതവിരുദ്ധരായ ആളുകൾ. വളരെ നല്ലൊരു കാര്യമാണ്. അതിപ്പോ ഇച്ചിരി തീവ്രമായാലും എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവാതെ. മാനവികത തീവ്രമാകുമ്പോൾ ഈ മാനവികത എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. അതൊരു രസമാണ്. മാനവികത എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമുള്ള ഒരു സ്വാർത്ഥ, മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ലേ, ആ ടേം തന്നെ അതാണ്. ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻസ് എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചിന്തയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മനുഷ്യനെ കുറിച്ചുള്ള ആകുലതകളും മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളും സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് വരുന്ന മറ്റു ജീവജാലങ്ങളും ജീവികളും പ്രകൃതിയും എല്ലാം അതിനകത്ത് വരും. കാരണം മനുഷ്യനെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഓരോ പുരോഗതിയും അവന്റെ നിലനിൽപ്പും ഈ ഒരു നെറ്റ്വർക്കിനെ ആധാരമാക്കിയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു എത്തീസിന്റെ മുന്നിൽ കറുത്തവൻ കറുത്തവൻ എന്തുകൊണ്ടാണ് കറുത്തവനായത്? സോളാർ റേഡിയേഷൻ കിട്ടുന്നു, ട്രോപ്പിക്കൽ റീജിയനിൽ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ കറുത്തവനായി. സോഷ്യൽ ഡാർവിനിസം കൊണ്ട് എത്രയോ കറുത്ത വർഗ്ഗക്കാരെ സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ടത് ഇത്തരക്കാരായ ആളുകളുടെ ഫണ്ടമെന്റലിസ്റ്റ് ചിന്തകൾ കൊണ്ടാണ്. അപ്പം ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ്. ഇവരുടെ വർത്താനം ഭയങ്കര രസമായിരിക്കും, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. എന്തൊരു നല്ല, കാരണം എല്ലാ മനുഷ്യന്മാരും ആഫ്രിക്കയിൽ നിന്ന് ഒരു വ്യത്യാസങ്ങളും ഇല്ല, മാനവികമായ മനുഷ്യന്മാരാന്ന് നമുക്കൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാവുന്നോ ആ വർത്താനം കേൾക്കുമ്പോൾ. പക്ഷേ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇയാളുടെ ഈ സംസാരം മാത്രം നോക്കിയാൽ മതി. പ്രാക്ടിക്കാലിറ്റിക്ക് വരുമ്പോൾ എന്താ അവസ്ഥ? വംശഹത്യയെ ന്യായീകരിക്കുക. ഇവിടെയുള്ള ഇന്ത്യയിലേക്ക് എടുത്താണ് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു മതവർഗീയ കൂട്ടത്തിനു വേണ്ടി വിടുപണി ചെയ്യുക. ഏത് ഇപ്പം യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോക്കിൻസ്, ഇയാളുടെയൊക്കെ പിന്നെ എന്താ പറയുക ആശയ ഫാദറായിട്ടുള്ള ഡോക്കിൻസ് അവിടെ എന്താ ചെയ്യുന്നത്? യൂറോപ്പിൽ അവിടെ കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് റൈറ്റ് വിങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു. സാം ഹാരിസ് വളരെ ആന്റി മുസ്ലിം റേസിസത്തിന് വേണ്ടി, മുസ്ലിങ്ങളെ കൊല്ലുന്നത് വരെ തെറ്റില്ല എന്നാണ് പറയുന്നത്. അതെ, ഒരു നന്മക്ക് വേണ്ടി മുസ്ലിം രാജ്യത്തെ മൊത്തം ന്യൂക്ക് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന വളരെ നല്ലൊരു മനുഷ്യൻ, എന്തൊരു നല്ല ഫണ്ടമെന്റൽസ് ആണ്. അപ്പൊ ഇതാണ് ഇതിൽ ശരിക്കും ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവരുടെ ഡയലോഗും ഇവരുടെ റിയാലിറ്റിയും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇവർ ഈ ഡയലോഗ് അടിക്കുന്ന അതേ സമയത്ത് ജസ്റ്റ് വേറൊരു ടാബ് തുറന്നിട്ട് ഇവരുടെ വംശഹത്യ ന്യായീകരണങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ വളരെ മാച്ച് ആയിരിക്കും. എന്നല്ല കരുതുന്നത് ഒരു എത്തീസ്റ്റ്, അങ്ങനെയല്ല കരുതുന്നത്. സയൻസ് ആണ് അവനൊരു ചിന്താമാർഗം, രീതിശാസ്ത്രം, പഠനമാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. എവിഡൻസ് ആണ് പ്രധാനം. ഇതൊക്കെ ഇത്തിരി മൂത്തുപോയാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ റാഡിക്കൽ എത്തീസം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്തീസത്തിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം നിങ്ങൾ നോക്കുക. അതിലേതെങ്കിലും ഒരു ഫണ്ടമെന്റല് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ കോസ് പ്രോബ്ലംസ്. അങ്ങനെയൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക ഹിറ്റ്ലർ നെക്സ്റ്റ് ടൈം, ദെൻ we can continue this discussion. ആരാണ് ഈ കറപ്ഷൻ തീരുമാനിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും. ഇപ്പം നിങ്ങൾ കറപ്റ്ററാന്ന് പറയുന്ന ഒരു ഐഡിയ, ആ ഐഡിയ ഹോൾഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത് പ്യുവറാണ്, റൈറ്റ് ആണ്. അതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇയാൾ ചോദിച്ചതിൻ്റെ വേറൊരു തലം എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായതെന്നാണ്. ഓക്കെ, പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ രവി പറഞ്ഞ ഒരു കാര്യം, അതായത് രവിയും അതേപോലെയുള്ള നിരീശ്വരവാദികളും മനസ്സിലാക്കുന്നത് മതവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് മോശം കാര്യമാണ്, അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, മനുഷ്യനെ പറ്റിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ആ ഫണ്ടമെന്റൽസ് എത്തീസത്തിന് ഒബ്വിയസ്ലി ഉണ്ടല്ലോ. ആ ഫണ്ടമെന്റൽസിൽ വളരെയധികം ശക്തമായി വിശ്വസിച്ച ഒരാളായിരുന്നു എൻവർ റോജ.
അൽബേനിയയുടെ പിന്നെ ഭരണാധികാരിയായിരുന്ന എൻവർ ഹോജ. അപ്പം എൻവർ ഹോജ എന്താ ചെയ്തത്? അയാൾ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. മതവിശ്വാസം എന്ന് പറയുന്നതും മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നും വിശ്വസിച്ചു. അത് അയാൾ ഫണ്ടമെൻ്റലി അത് വിശ്വസിച്ച് അതിനുവേണ്ടി അത് നടപ്പിലാക്കാൻ വേണ്ടി അയാൾക്ക് അധികാരമുള്ളത് കൊണ്ട്, രവിക്ക് ഇപ്പോൾ അധികാരം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം പള്ളിയിൽ കയറി പ്രശ്നം ഉണ്ടാക്കാത്തത്, അമ്പലത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കാത്തത്. രവിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ രവിയും ഒരു പക്ഷേ തീവ്രവാദി ആവാമെന്ന് പറഞ്ഞ നിരീശ്വരവാദി ആയതുകൊണ്ടാണ്. ചിലപ്പോൾ മിതവാദികളായ നിരീശ്വരവാദികളുണ്ടാവും, ഞങ്ങൾ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ തീവ്രവാദികളായ രവിയെ പോലെയുള്ള നിരീശ്വരവാദികൾ, ഇപ്പോൾ എൻവർ ഹോജ പോലെയുള്ള ആളുകൾ, അവർ അധികാരം കിട്ടിയാൽ ഇതാണ് ചെയ്യുക. എൻവർ ഹോജ ചെയ്തെന്താ വെച്ചാൽ അവിടെയുള്ള അൽബേനിയയിലുള്ള മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ചർച്ചുകളും അടച്ചുപൂട്ടി. സ്വകാര്യതയിൽ പോലും മതം ആചരിക്കാൻ പാടില്ല എന്നാണ് അവിടെ നിയമം ഉണ്ടായത്. ഇവൻ ചില ആൾക്ക് കുറച്ച് മിതവാദികളായ നിരീശ്വരവാദികൾ പറയുന്നത് വെച്ചാൽ സ്വകാര്യതയിൽ നിങ്ങളാക്കിക്കോളൂ, പിന്നെ പുറത്തില്ലാതെ മതി എന്ന് പറയുന്ന കുറച്ച് ഒരു തീവ്ര നിരീശ്വരവാദത്തിനും മിതവാദത്തിനും ഇടയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഈ എൻവർ ഹോജ പറയുന്നത് വെച്ചാൽ സ്വകാര്യതയിലും വേണ്ട, കാരണം അത്രയും ഫണ്ടമെൻ്റലിസ്റ്റാണ് അയാൾ. കാരണം എന്താ, അയാൾ പറയുന്നത് പുറത്തെന്തായാലും മതം പറ്റൂല, അകത്തും സ്വകാര്യതയിലും തെറ്റായൊരു കാര്യം വേണ്ടല്ലോ. മതം തെറ്റാണല്ലോ. അതെ, മതം ബേസിക്കലി തെറ്റാണ്. മൈ ഫണ്ടമെന്റ്സ് ആർ റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യരുന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് അൻവർ ഹോജയെ സംബന്ധിച്ച് തീവ്രമായ ഈമാനുള്ള ഒരു എത്തീസ്റ്റാണ്. അപ്പം ഇഖ്ലാസും എല്ലാ നിലക്കുള്ള കാര്യങ്ങളുള്ള ഒരു എത്തീസ്റ്റാണ്. അപ്പൊ അയാൾ വിചാരിച്ചെന്ന് വെച്ചാൽ എന്തായാലും മതം തെറ്റാണല്ലോ, ഖുർആൻ തെറ്റാണ്, ബൈബിൾ തെറ്റാണ്. അതുകൊണ്ട് തന്നെ അത് സ്വകാര്യതയിൽ പോലും ഒരാൾ ഖുർആൻ ആരും തെറ്റ് എങ്ങനെയും ചെയ്യേണ്ടെന്നുള്ളതാണ്. അതായത് സ്വകാര്യതയിൽ ഒരാൾ ഖുർആൻ വായിക്കുന്നതോ അല്ലെങ്കിൽ ബൈബിൾ കൈവശം വെക്കുന്നതോ കണ്ടാൽ പോലും അത് ക്രിമിനൽ കുറ്റാണ്. അവിടെ അവരെ ഡീറ്റെയിൻ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഏതുവരെയും ചോദിച്ചാൽ അൽബേനിയയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അൽബേനിയയാണ് ലോകത്തെ ആദ്യത്തെ നിരീശ്വരവാദ രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. അതായത് വളരെ ഫണ്ടമെന്റലിസ്റ്റ് റൈറ്റ് ആയതുകൊണ്ടാണ് അയാൾ നിരീശ്വരവാദ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഫണ്ടമെന്റലിസ്റ്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള തീവ്ര നിരീശ്വരവാദിയായ അൻവർ ഹോജ അവിടെ നടപ്പിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, ഇനി ഇങ്ങനെ ഖുർആനും ബൈബിളൊക്കെ കണ്ടാൽ പിടിക്കും, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നാൽ പോലും ആരെങ്കിലും അറിയാതെ, വേറെ ആരും അറിയിക്കാതെ നോമ്പ് നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് പിടിക്കാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്കൂളുകളിൽ കുട്ടികൾ വഴി സ്പൈ വർക്ക് ചെയ്യും. അതായത് കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചിട്ടും മെല്ലെ അറിയാൻ ശ്രമിക്കും വീട്ടിലുള്ളവർ നോമ്പ് നോക്കുന്നുണ്ടോ. ആത്മാർത്ഥതയാണ്. കാരണം നോമ്പ് നോക്കൽ തെറ്റാണല്ലോ. കാരണം മറ്റേ ചങ്ങായി കോടതിയിൽ പോയിട്ട് കിട്ടിയ ചങ്ങായി ഉണ്ടല്ലോ, അയാൾ പറഞ്ഞല്ലോ നോമ്പ് നോക്കൽ ഒരു ആത്മഹത്യാശ്രമമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതേപോലെ ആ ടൈപ്പ് ആളാണിത്. അപ്പം നോമ്പ് നോക്കൽ തെറ്റാണല്ലോ. അപ്പം തെറ്റായൊരു കാര്യം അറിയാതെ, ഭരണകൂടം അറിയാതെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വഴി സ്പൈ വർക്ക് ചെയ്തിട്ട് വീട്ടിലുള്ളവർ നോമ്പ് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കുറ്റം ചുമത്തും. ഇത്രത്തോളം മതവിശ്വാസം ഒരു നിലക്കും പറ്റൂല എന്ന് പറഞ്ഞ എൻവർ ഹോജ അയാളൊരു തീവ്ര നിരീശ്വരവാദിയാണ്. തീവ്ര നിരീശ്വരവാദം എന്തുകൊണ്ടാണ് അയാൾ ഫണ്ടമെൻ്റലി റൈറ്റ് ആണെന്ന് വിശ്വസിച്ചു, അത് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചു. ഇതാണ് അപ്പോൾ ഈ രവിയെ പോലെയുള്ള തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ് പ്രശ്നം. ഈ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് എത്തുമ്പോൾ, അതായത് എൻ്റെ വിശ്വാസം ശരിയാണെന്ന് വിശ്വസിക്കാം, അത് രവിക്കും വിശ്വസിക്കാം, എനിക്കും വിശ്വസിക്കാം, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും വിശ്വസിക്കാം. പക്ഷേ ആ ശരി മാത്രം മതി എന്ന് വിശ്വസിക്കുന്നതിനെയാണ് പ്രശ്നവൽക്കരിക്കുന്നത്. അത് അപ്പം ഇത് എൻവർ ഹോജന്റെ ഒരു ഉദാഹരണം പറഞ്ഞു, സ്റ്റാലിന്, മാവോ, ഇവരൊക്കെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത്താതുർക്ക്, യെസ്. അപ്പം ഇത് ഒരുപാട് ഭരണാധികാരികൾ അവർക്ക് ഭരണാധികാരം കിട്ടിയപ്പോൾ അവർ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള തീവ്ര നിരീശ്വരവാദികളായപ്പോൾ അവരവിടെ ഇസ്ലാമിക ചിഹ്നങ്ങൾ നിരോധിച്ചു. അതേപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നം മാത്രമല്ല, ഇപ്പോൾ ക്രൈസ്തവ നാടുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ നിരോധിച്ചു. ചർച്ചകൾ ഇതുവരെ നോക്കുമ്പോൾ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ മുന്നേ കാണാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈവൻ സയന്റിഫിക് റിസർച്ചുകൾ പോലും ഇവരുടെ ഫണ്ടമെന്റലിസം കാരണം തടയപ്പെട്ടു എന്നുള്ളതാണ്. സയന്റിസ്റ്റുകൾ നാട് കടത്തപ്പെട്ടു. ഇവർ പറയുന്ന ടൈപ്പ് ഓഫ് കൺക്ലൂഷനിലേക്ക് പഠനം എത്തിയിട്ടില്ലെങ്കിൽ സയന്റിസ്റ്റുകളെ പഠിക്കാൻ സമ്മതിക്കൂല, അവരെ നാട് കടത്തും, ചില ആളുകളെ ജയിലിൽ അടക്കും, ചില ആളുകൾ കൊല്ലുക പോലും ചെയ്യും. ജെനറ്റിക്സിന് ഒരു പ്രോ ആയിട്ട് എതിരായിരുന്നു. കാരണം ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ രേഖപ്പെടുത്തപ്പെട്ട ചെറിയ സന്ദേശങ്ങളുള്ള സംവിധാനങ്ങൾ നമ്മുടെ സെല്ലുകൾക്കുള്ളിലുണ്ടെന്ന് പറയുന്ന സമയത്ത് അത് സംവിധാനിച്ചവൻ ആരെന്നുള്ള ചോദ്യത്തിലേക്ക് എത്തും, ദൈവത്തിലേക്ക് എത്തും, പറ്റൂല. അതേപോലെ തന്നെ ബിഗ് ബാങ് തിയറി പറ്റൂല. വാദിച്ച ആളുകളെയൊക്കെ അത്രമേൽ പീഡിപ്പിക്കും. കാരണം അവർ സ്റ്റഡി സ്റ്റേറ്റിൽ ഫണ്ടമെന്റലി വിശ്വസിക്കുന്നുണ്ട്. അതായത് സ്റ്റഡി സ്റ്റേറ്റ്, അതായത് എന്നും എക്കാലഘട്ടത്തിലും പ്രപഞ്ചം എന്ന് വിശ്വസിക്കുമ്പോഴാണ് എത്തീസത്തിന് കുറച്ചും കൂടി ഒരു നല്ലൊരു സ്റ്റാൻഡ് കിട്ടുക. ആരാണ് തുടങ്ങിയത് എന്നുള്ള ചോദ്യം വരും. ആ ചോദ്യം വരുന്നു എന്നുള്ളത് കൊണ്ട് ബിഗ് ബാങ് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ വേട്ടയാടുകയായിരുന്നു സോവിയറ്റ് റഷ്യയിൽ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കാരണം എന്താ? അവർ ഫണ്ടമെന്റലി അത് ശരിയാണെന്ന് വിശ്വസിച്ചു, അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത്താതുർക്കിന്റെ തുർക്കി, ഇപ്പോൾ നേരത്തെ അൻവർ ഹോജന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത്താതുർക്കിന്റെ തുർക്കി നമ്മൾ നോക്കുന്ന സമയത്ത്
പ്രോ മോഡേൺ ആയിരുന്നു ഇവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ. മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് ഒരു ഡ്രീം വേൾഡിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. കാരണം ഞാൻ അത്രമേൽ ഇതിനെ ഫണ്ടമെന്റലാക്കി അത്രമേൽ പുരോഗമിച്ചെന്നായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. എന്നാൽ അവിടുത്തെ ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ അവസ്ഥ എന്താ വെച്ചാൽ അവർക്ക് ഹിജാബ് ഇടാനോ മറ്റോ ഒരു പബ്ലിക്കിൽ സിംപ്ലി ആലോചിച്ച് നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം, അത് ഏത് കാരണമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, ഏത് കാരണമായിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം മറ്റാരെയും എന്താ പറയുക ഒരു നിലക്കും പ്രയാസപ്പെടുത്താത്ത വിധം, അതും പ്രോ മോഡസ്റ്റി ഉള്ള വസ്ത്രം, ഈ ശരീരം മറച്ചുകൊണ്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പ്രോ മോഡസ്റ്റി ഉള്ളൊരു വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ടൊരു സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം അടുത്ത് പോലും ഈ വീഡിയോ യുഗം വന്നതിന് ശേഷം പോലും തുർക്കിയുടെ പാർലമെന്റിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീ, ഹിജാബുദാരായിട്ടുള്ള ഒരു സ്ത്രീ അപമാനിതയായിട്ട് ഇറങ്ങിപ്പോയതായിട്ടും ഞാൻ ഇതിലേക്കില്ല എന്ന് പറഞ്ഞ് പാർലമെന്റ് അംഗം ഇറങ്ങിപ്പോയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അത്താതുർക്ക് ഉണ്ടാക്കിയെടുത്ത പ്രോ ഫണ്ടമെന്റലിസ്റ്റ് തുർക്കിയുടെ തുടർച്ചയായിട്ട് നമുക്കത് കാണാൻ പറ്റാം. യെസ്. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം രവിയെ പോലുള്ള തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്നുള്ള നിങ്ങളുടെ ഉറച്ച ബോധ്യത്തെ, അത് എല്ലാവർക്കും ഉണ്ടാവും. അത് ഏതൊരു വിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ ഉറച്ച ബോധ്യം ഉണ്ടാവും. അത് ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. നിങ്ങൾ ദൈവമില്ല, മതം വേണ്ട എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ വിശ്വാസപ്രകാരം ആ രൂപത്തിൽ വിശ്വസിച്ചോളൂ. പക്ഷേ അത് എപ്പോഴാണ് പ്രശ്നമാകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അതാണല്ലോ ശരി, അപ്പോൾ ആ ശരി നടപ്പിലാക്കണമല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് അത് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. എല്ലാ തീവ്രവാദികളുടെയും പ്രശ്നം ഇതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന മനുഷ്യന്മാരെടുത്ത് നോക്കുക, എല്ലാം നിരീശ്വരവാദികളാണ്. മാവോ ആകട്ടെ, അതുപോലെ തന്നെ പോൾ പോട്ടാകട്ടെ, പിന്നെ സ്റ്റാലിൻ ആകട്ടെ, ഇങ്ങനെയുള്ള അവർക്കൊക്കെ എത്തീസത്തിൻ്റെ പല ധാരകളിലാണ് അവർ. കമ്മ്യൂണിസ്റ്റുകളായ ആളുകളുണ്ട്, വെറും എത്തീസ്റ്റുകളായ, അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ എത്തീസ്റ്റുകളായിരുന്നു. ആ എത്തീസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പല ആളുകളും അവരുടെ സിദ്ധാന്തം ഫണ്ടമെൻ്റലി റൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നത്. അപ്പം അതിനൊന്നും അടുത്ത് പോലും വരില്ല ചിലപ്പോൾ ഐസിസ് ഒന്നും. അപ്പം ഐസിസ് തെറ്റാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ എത്തീസവും മിലിറ്റൻ്റ് എത്തീസവും തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രവിയെപ്പോലുള്ള തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തീവ്രവാദം ഒഴിവാക്കുക. തീവ്രമായി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചോളും. പക്ഷെ തീവ്രമായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി എന്നുള്ളതും, അതാണ് അതല്ലാത്ത ഒന്നും ഇവിടെ നിലനിൽക്കരുത് എന്നുള്ള ചിന്തയാണ്. അത് ഏതൊരു ആശയത്തെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എന്നുവെച്ചാൽ ബാക്കിയുള്ളവർക്ക് നമ്മളുടെ വിശ്വാസപ്രകാരം അത് തെറ്റാണെങ്കിൽ കൂടി അതവർക്ക് ആ രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ഒരു വിശാലത ഇത്തരക്കാരായ തീവ്രവാദികൾ കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കുറച്ചുകൂടി ഒരു മിതവാദത്തിലേക്ക് വരിക. കാരണം മതവിശ്വാസം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെന്താ പറയുക, ഒരു ഹാലിളകി ആ രൂപത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരക്കാരായ ആളുകളെ നിയന്ത്രിക്കേണ്ടത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ്. അവർ തന്നെ തീവ്രവാദികളാകുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഇവരൊക്കെ ഇല്ലാതാക്കണം, ചവിട്ടില്ലാതാക്കണം. അത് ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതപരമായിട്ടൊരു വസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ പോലും തെറി മാത്രം ഉള്ളിൽ പുറത്തേക്ക് വരുന്ന ഒരുപാട് തീവ്രവാദികൾ നമുക്ക് ഇത്തരത്തിൽ കാണാൻ അധികാരം ഇല്ലാത്തതുകൊണ്ടാണ്. അധികാരമോ അല്ലെങ്കിൽ അവർക്ക് കമന്റ് എഴുതാനേ പറ്റുന്നുള്ളൂ. ഇപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് അവർ കമന്റിൽ മാക്സിമം ഫ്രസ്ട്രേഷനുകൾ തീർക്കുന്നു. രവി സർ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അദ്ദേഹം വീഡിയോയിൽ മാക്സിമം സയനിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നു, മാക്സിമം സംഘികൾ സപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ ആ ഒരു ഏരിയ മുമ്പ് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അധികാരത്തിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഇത് ഇവർക്ക് ഒരു സംഘടിതമായ ശക്തിയായി മാറിയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ തീവ്രവാദത്തിന് പല പഞ്ചായത്തെങ്കിലും ഒരു നിരീശ്വരവാദികൾ ഭരിച്ചാൽ വളരെ നല്ലൊരു അൽബേനിയായിട്ട് അത് മാറുന്നതാണ്. അൽബേനിയായിട്ട് മാറും. അപ്പം നമ്മളുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അല്ല, നിരീശ്വരവാദിയായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചാലോട്ട് പറയുന്നത്, അങ്ങനത്തെ വ്യക്തികൾ ഒരുപാട് അനേകം ആളുകൾ മിതവാദികളായ നിരീശ്വരവാദികളുണ്ട്. ഈ മിതവാദവും മധ്യമ നിലപാടുകളും മാറിക്കൊണ്ട് തീവ്രമായ പ്രോ ഫണ്ടമെന്റലിസ്റ്റുകൾ റാഡിക്കലും ഒക്കെ ആകുന്ന സമയത്താണ് ഈ പ്രശ്നം. എല്ലാ നിരീശ്വരവാദികളും തീവ്രവാദികളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. കാരണം ഒരുപാടുണ്ട്. ഇപ്പോൾ സ്റ്റാലിനും മാവോയും ഹിറ്റ്ലറും ബറോജയും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ നിരീശ്വരവാദികളും തീവ്രവാദികളാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം മിതവാദികളായ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീവ്രവാദികളാണെന്നല്ല, അത് അങ്ങനെ ഒരു ആരോപണം നടത്താൻ വേണ്ടിയല്ല ഈ ഒരു വീഡിയോ. ഇത്തരക്കാരായ ആളുകൾ, അവരെ സമൂഹം ശ്രദ്ധിക്കണം. അവർ സ്വയം തന്നെ നവീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഒരു മിതവാദ പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. തീവ്രവാദം ഒഴിവാക്കുക. ഏറ്റവും നല്ല ഒരു നാളേക്ക് വേണ്ടി നമ്മുടെ സമൂഹം ആ രൂപത്തിൽ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് വരിക എന്നുള്ള, എല്ലാം മറ്റുള്ളവർക്ക് തെറ്റാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ അതൊന്നും നിലനിൽക്കരുത് എന്ന തീവ്രവാദത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കി ഇത്തരം വിഷയങ്ങൾ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരുന്ന വീഡിയോകളിൽ അത് ഡിസ്കസ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.